Dear students, today we are going to discuss 5 important accounting terms. They are goods, stock, discount, debtors and creditors. അക്കൗണ്ടിങ്ങിൽ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 5 ടേംസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓരോ അക്കൗണ്ടിങ് ടേമും നമുക്ക് പ്രത്യേകം ഡിസ്കസ് ചെയ്യാം. So first we are going to discuss the accounting term goods. Goods include all the things which we purchased for the purpose of selling, and it includes all the things which are used in the production. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അങ്ങനെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് പറയാം? ഗുഡ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ നമ്മൾ പർച്ചേസ് ചെയ്യും. അങ്ങനെ വാങ്ങുന്ന റോ മെറ്റീരിയൽസിനെ നമുക്ക് ഏത് ടേമിൽ ഉൾപ്പെടുത്താം? ഗുഡ്സ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്താം. ഒരു ഗ്രോസറി ഷോപ്പ് നടത്തുന്ന ഒരാൾ ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഗുഡ്സ് ആണ്. ഒരു വെജിറ്റബിൾ ഷോപ്പ് നടത്തുന്ന ആൾ വെജിറ്റബിൾസ് വാങ്ങിയാൽ അതെന്താണ്? അത് അയാളുടെ ഗുഡ്സ് ആണ്. ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ ആ മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അതും അയാൾക്ക് എന്തായിട്ട് ഉൾപ്പെടുത്താൻ പറ്റും? ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഫർണിച്ചർ ഡീലർ പർച്ചേസസ് ചെയേഴ്സ് ആൻഡ് ടേബിൾസ് ആർ ടേംഡ് ആസ് ഗുഡ്സ്. ഒരു ഫർണിച്ചർ ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനം കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടേബിളും ചെയറുകളൊക്കെ വാങ്ങി. അങ്ങനെ ടേബിളുകളും ചെയറുകളൊക്കെ വാങ്ങി നമുക്കത് എന്ത് പറയാം? അത് ഗുഡ്സ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതേ ടേബിളും ചെയറും മറ്റ് സ്ഥാപനങ്ങളാണ് വാങ്ങുന്നതെങ്കിലോ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ചെയറും ടേബിളും വാങ്ങിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഗുഡ്സ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിനെന്ത് പറയണം? അതിനവർ അസറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫർണിച്ചർ ഷോപ്പിലേക്ക് ഫർണിച്ചർ വാങ്ങിക്കഴിഞ്ഞാൽ അത് രണ്ടായിട്ട് കണക്കാക്കണം. എങ്ങനെയാണ്? അവർ യൂസ് ചെയ്യുന്ന ഫർണിച്ചറുകളെ അസറ്റായിട്ട് കണക്കാക്കണം. ദെൻ കസ്റ്റമേഴ്സിന് വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഫർണിച്ചറുകളെ ഗുഡ്സ് ആയിട്ടും കണക്കാക്കണം. ഇപ്പൊ ഫർണിച്ചറുകൾ മറ്റേത് സ്ഥാപനങ്ങൾ വാങ്ങുകയാണെങ്കിലും അത് അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഇപ്പൊ മറ്റുള്ള ഏത് സ്ഥാപനങ്ങളാണെങ്കിലും അവിടെ ഫർണിച്ചറിനെ എന്തായിട്ടാണ് കണക്കാക്കേണ്ടത്? അസറ്റ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. ഇനി എന്താണ് സ്റ്റോക്ക് എന്ന് നോക്കാം. ഇൻ എ ട്രേഡിംഗ് കൺസേൺ ദ സ്റ്റോക്ക് ഓർ ഇൻവെന്ററി ഇൻക്ലൂഡ്സ് ദ വാല്യൂ ഓഫ് ദോസ് ഗുഡ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ റീസെല്ലിംഗ് ആൻഡ് വിച്ച് ആർ ലേയിങ് അൺസോൾഡ്. ഒരു ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ നിരന്തരം അവർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ദെൻ ഈ വാങ്ങിയ സാധനങ്ങൾ ആർക്ക് വിൽക്കും? കസ്റ്റമേഴ്സിന് വിൽക്കും. അപ്പോൾ കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം സാധനങ്ങൾ വിൽക്കുന്നതിന് വേണ്ടി കുറേ അധികം സാധനങ്ങൾ ആര് ശേഖരിച്ചു വെക്കും? ഒരു ട്രേഡർ ശേഖരിച്ചു വെക്കും. ഗോഡൌണിൽ ശേഖരിച്ചു വെക്കും. അതല്ലെങ്കിൽ അയാളുടെ ഷോറൂമിൽ തന്നെ കുറേ അധികം സാധനങ്ങൾ അയാൾ ശേഖരിച്ചു വെക്കും. അങ്ങനെ വിൽക്കാതെ നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റോർ റൂമിലോ അതല്ലെങ്കിൽ ഗോഡൌണിലോ അതല്ലെങ്കിൽ ഷോറൂമിലോ ശേഖരിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളെ നമുക്ക് എന്ത് പറയാം? ആ ബിസിനസ് സ്ഥാപനത്തിന്റെ സ്റ്റോക്ക് ആണെന്ന് നമുക്ക് പറയാം. മീൻസ് ദ പർച്ചേസ്ഡ് ഗുഡ്സ് ലൈയിങ് അൺസോൾഡ്. വാങ്ങിയ സാധനങ്ങളാണ്, കസ്റ്റമേഴ്സിന് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം വിൽക്കാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ സ്ഥാപനത്തിലുള്ള ആ ഗുഡ്സിനെ നമുക്ക് ഒരുമിച്ച് എന്ത് പറയാം? സ്റ്റോക്ക് എന്ന് പറയാം. Then in case of a manufacturing concern, the stock or inventory includes raw materials, semi-finished goods and finished goods. ഇനി ഒരു മാനുഫാക്ചറിങ് കൺസേൺ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റോക്ക് അതല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറയുന്നത് പല രൂപത്തിലാണ് അവിടെ ഇൻവെന്ററി നമുക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ അവിടെ അവർ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യും. ദെൻ ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ദെൻ ആ പ്രൊഡക്ഷൻ അവസാനിക്കുമ്പോഴാണ് അത് എന്തായിട്ട് മാറുന്നത്? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നത്. എന്നാൽ റോ മെറ്റീരിയൽസിൽ നിന്ന് മാറി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ആ ഗുഡ്സിന് എന്താണ് പറയേണ്ടത്? സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അതിൽ റോ മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് വരും, ദെൻ സെമി ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റോക്ക് വരും, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റോക്ക് വരും. ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് അവിടെ ഉണ്ടാവും. ദെൻ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ള കുറെ കാറുകൾ അവിടെ ഉണ്ടാവും. സെമി ഫിനിഷ്ഡ്
കാറുകൾ, ദെൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള കാറുകളും അവിടെ ലഭ്യമാണ്. ഇതൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? സ്റ്റോക്ക് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്താം. ദെൻ there are two types of stock. നമ്മൾ സ്റ്റോക്കിനെ ഓരോ സമയത്തും പറയുന്ന പേര് വ്യത്യസ്തമാണ്. രണ്ട് തരം സ്റ്റോക്കുകളാണുള്ളത്. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് സെക്കൻഡ് വൺ ക്ലോസിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ ഈസ് കാൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് എ ഫിനാൻഷ്യൽ ഇയർ ഈസ് കാൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ഒരു അക്കൗണ്ടിംഗ് പീരീഡിന്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കിനെ നമുക്ക് ആ അക്കൗണ്ടിംഗ് പീരീഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെന്ന് പറയാം. ഒരു അക്കൗണ്ടിംഗ് പീരീഡ് അവസാനിക്കുന്ന ദിവസത്തെ സ്റ്റോക്കിനെ നമുക്ക് എന്ത് പറയാം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ഇപ്പോൾ ഒരു ദിവസം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ രാവിലെയുള്ള സ്റ്റോക്കിനെ നമുക്ക് ആ ദിവസത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ദെൻ അന്ന് വൈകിട്ടുള്ള സ്റ്റോക്കിനെ എന്ത് പറയാം? ആ ദിവസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അതുപോലെ ജനുവരി മാസത്തെ സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജനുവരി 1-ാം തീയതിയിലെ സ്റ്റോക്കിനെ ജനുവരി മാസത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. ജനുവരി 31-ാം തീയതിയിലെ സ്റ്റോക്കിനെ ജനുവരി മാസത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നും പറയാം. ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ലൈയിങ് അൺസോൾഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ആൻ അക്കൗണ്ടിംഗ് പീരിയഡ് ഈസ് കാൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. The value of stock lying unsold at the end of the accounting period is called closing stock. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിംഗ് പീരീഡ് ജനുവരി 1-ാം തീയതി തുടങ്ങി ഡിസംബർ 31-ാം തീയതിയാണ് അവസാനിക്കുന്നതെങ്കിൽ ജനുവരി 1-ാം തീയതിയിലെ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഡിസംബർ 31-ലെ സ്റ്റോക്കിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. Then what is discount? ഡിസ്കൗണ്ട് നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഈസ് ദ ഡിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് സോൾഡ്. സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് അതിന്റെ വിലയിൽ ഒരു കച്ചവടക്കാരൻ നൽകുന്ന കിഴിവിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഓഫർ ചെയ്യാറുള്ളത്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, രണ്ട് ക്യാഷ് ഡിസ്കൗണ്ട്. ഇനി എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട്, എന്താണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ട്രേഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ട് ഇസ് എ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദി സെല്ലർ ടു ദ ബയർ അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ദ കാറ്റലോഗ് പ്രൈസ് ഓർ ലിസ്റ്റ് പ്രൈസ്. ഒരു സാധനം വാങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സാധനം വിൽക്കുന്ന സമയത്ത് സെല്ലർ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു കിഴിവിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ലിസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ കാറ്റലോഗ് പ്രൈസിൽ നിന്ന് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് കുറച്ചു കൊടുക്കുന്ന രീതിയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേവ് 10%, 20% സ്പെഷ്യൽ ഓഫർ. ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിൽ അതിന്റെ ലിസ്റ്റ് പ്രൈസ് എത്രയാണോ ആ പ്രൈസിൽ നിന്ന് 20% അല്ലെങ്കിൽ 10% നമുക്ക് എന്ത് ചെയ്യുന്നു? കിഴിവ് തരുന്നു. അങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന കിഴിവിനെ അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. Then what is cash discount? Cash discount is allowed at the time of payment of cash if it is a credit sales or it is a credit purchase. നമ്മളൊരു ക്രെഡിറ്റ് സെയിൽസ് നടത്തി, കസ്റ്റമർക്ക് സാധനം ക്രെഡിറ്റിന് വിറ്റു. വിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ കസ്റ്റമർക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്. ഇഫ് ദ കസ്റ്റമർ പേയ്സ് ദ ക്യാഷ് വിത്തിൻ 10 days, he will get 2% discount. If he pays within a month, he will get 1% discount. If he pays after 1 month, there is no discount. അപ്പോൾ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടന്നിട്ട് നമ്മൾ കസ്റ്റമറോട് പറയാണ് 10 ദിവസത്തിന്റെ ഉള്ളിൽ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ 2% ഡിസ്കൗണ്ട് തരാം. 10 ദിവസത്തിന്റെ ഉള്ളിൽ കസ്റ്റമർ പേയ്മെന്റ് നടത്തിയാൽ ആ ടോട്ടൽ എമൗണ്ടിന്റെ 2% നമ്മൾ വീണ്ടും കുറച്ചു കൊടുക്കണം. അങ്ങനെ പേയ്മെന്റ് സ്പീഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി, കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും പണം പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി സെല്ലേഴ്സ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. When discount is allowed to the customers for making prompt payment is called trade discount. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടാനുള്ള പണമൊക്കെ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി കച്ചവടക്കാർ ചെയ്യുന്ന ഒരു ഡിസ്കൗണ്ട് ഫെസിലിറ്റിയാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് ആ ലിസ്റ്റ് പ്രൈസിൽ നമ്മൾ കിഴിവ് അനുവദിക്കുകയാണെങ്കിൽ അതിനെ
ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയും. ദെൻ സാധനമൊക്കെ വിറ്റതിന് ശേഷം അതല്ലെങ്കിൽ സാധനമൊക്കെ ക്രെഡിറ്റ് വാങ്ങിയതിന് ശേഷം പേയ്മെന്റ് നടത്തുന്ന സമയത്ത് പിന്നീട് ഒരിക്കലും നമുക്ക് വീണ്ടും ഒരു കുറവ് കിട്ടുകയാണെങ്കിൽ, വീണ്ടും ഒരു കിഴിവ് കിട്ടുകയാണെങ്കിൽ അതിനെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയാം. Next we are going to discuss an important term, debtors. Debtor is a person or a firm who owes money to another. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അതല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. എന്താണ് പ്രത്യേകത? ആ വ്യക്തി അതല്ലെങ്കിൽ ആ സ്ഥാപനം മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് പണം കൊടുക്കാനുണ്ട്. ഇറ്റ് മേ ബി ഡ്യൂ ടു ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് or it may be services received on credit. അപ്പോൾ ഒരു സാധനം വാങ്ങിയ ഒരാള് അതല്ലെങ്കിൽ ഒരു സേവനം സ്വീകരിച്ച ഒരാള് അതിന്റെ പണം കൊടുത്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം അയാൾ പണം കൊടുക്കാനുണ്ടെന്നാണ്. അങ്ങനെ പണം കൊടുക്കാനുള്ളവരെ വിളിക്കുന്ന പേരാണ് ഡെറ്റേഴ്സ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, സപ്പോസ് വി ആർ റണ്ണിങ് എ ബുക്ക് ഷോപ്പ് ആൻഡ് വി സോൾഡ് ഗുഡ്സ് ടു എ കസ്റ്റമർ ഓൺ ക്രെഡിറ്റ്. We sold books to a customer on credit. നമ്മളൊരു ബുക്ക് ഷോപ്പാണ് നടത്തുന്നത്. നമ്മളെ കസ്റ്റമർക്ക് കുറച്ച് ബുക്സ് എന്ത് ചെയ്തു? കടമായിട്ട് വിറ്റു. ഈ കസ്റ്റമർ ആണ് ആർക്ക് പൈസ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ആർക്ക് പൈസ തരാനുള്ളത്? നമുക്ക് പൈസ തരാനുള്ളത്. The person who owes money to another is called debtor, or the firm who owes money to another is called debtor. ഈ ട്രാൻസാക്ഷനിൽ ആരാണ് ഡെപ്റ്റർ? കസ്റ്റമർ ആണ് ഡെപ്റ്റർ. കസ്റ്റമർ ഈസ് ദ ഡെപ്റ്റർ. കാരണം എന്താണ്? കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് കടമായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. കസ്റ്റമർ നമുക്ക് പണം തരാനുണ്ട്. അപ്പൊ നമുക്ക് കസ്റ്റമർ എന്ത് വിളിക്കാം? ഡെപ്റ്റർ എന്ന് വിളിക്കാം. ഏതുവരെ? അയാൾ ആ പണം തരുന്നത് വരെ കസ്റ്റമർ നമുക്കൊരു ഡെപ്റ്റർ ആണ്. ദ ടോട്ടൽ എമൗണ്ട് സ്റ്റാൻഡിങ് അഗെയിൻസ്റ്റ് സച്ച് പേഴ്സൺസ് ഓർ ഫേംസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് is shown in the balance sheet as sundry debtors on asset side. നേരത്തെ നമ്മൾ അസറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ? അസറ്റ് ഇൻക്ലൂഡ്സ് പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ് ആൻഡ് ഇറ്റ് ആൾസോ ഇൻക്ലൂഡ്സ് എമൗണ്ട് ഓവ്ഡ് ഫ്രം അതേഴ്സ്. ഒരു ബിസിനസിന്റെ പ്രോപ്പർട്ടീസും ഒരു ബിസിനസ്സിന് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള എമൗണ്ടും എന്തായിട്ട് കണക്കാക്കണം? അസറ്റായിട്ട് കണക്കാക്കണം. അങ്ങനെ വരുമ്പോൾ ഡെറ്റേഴ്സ് ഏതിൽ ഉൾപ്പെടുത്തണം? അസറ്റായിട്ട് ഉൾപ്പെടുത്തണം. ഇപ്പൊ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പണം തരാനുള്ള എല്ലാവരെയും കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് സൺട്രി ഡെറ്റേഴ്സ്. അത് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്ന സമയത്ത് അതിനെ നമ്മൾ അസറ്റായിട്ടാണ് പരിഗണിക്കേണ്ടത്. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ടേം, ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ഓർ ക്രെഡിറ്റർ ഈസ് എ ഫേം ടു ഹൂം സംതിങ് ഈസ് ഓവ്ഡ് ബൈ അതേഴ്സ്. അപ്പോൾ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. ആ വ്യക്തിക്ക് അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മറ്റുള്ള ആളുകളിൽ നിന്ന് എന്ത് കിട്ടാനുണ്ട്? പണം കിട്ടാനുണ്ട്. അപ്പൊ പണം കിട്ടാനുള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ദ ടേം ക്രെഡിറ്റേഴ്സ് റെപ്രസെന്റ്സ് ദോസ് പേഴ്സൺസ് ഓർ ഫേംസ് ടു ഹൂം സം മണി ഈസ് സ്റ്റിൽ ഓവിങ് ബൈ ദ ബിസിനസ് ഫോർ ഗുഡ്സ് പർച്ചേസ്ഡ് ഓർ സർവീസസ് പ്രൊക്വേർഡ് ഓൺ ക്രെഡിറ്റ്. ഒരു ബിസിനസ് സ്ഥാപനം അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ക്രെഡിറ്റിന് വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം മറ്റുള്ളവരിൽ നിന്ന് സേവനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഓൺ ക്രെഡിറ്റ്, കടമായി സ്വീകരിക്കുകയാണെങ്കിൽ ബിസിനസ് അവർക്കൊക്കെ എന്ത് കൊടുക്കാനുണ്ട്? പണം കൊടുക്കാനുണ്ട്. ഇപ്പൊ ബിസിനസ് പണം കൊടുക്കാനുണ്ടെങ്കിൽ അവർക്ക് പണം കിട്ടാനുണ്ട്. അപ്പൊ ആ പണം കിട്ടാനുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മളൊരു ടയർ ഷോപ്പാണ് റൺ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ടയറുകൾ നമ്മൾ അപ്പോളോ ടയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്. വി പർച്ചേസ്ഡ് ടയേഴ്സ് ഫ്രം അപ്പോളോ ടയേഴ്സ് ഓൺ ക്രെഡിറ്റ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ടയറുകൾ നമ്മൾ എവിടെ നിന്ന് വാങ്ങി? അപ്പോളോ ടയേഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തു. എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കാണ് പൈസ കിട്ടാനുള്ളത്? അപ്പോളോ ടയേഴ്സിനാണ് പൈസ കിട്ടാനുള്ളത്. ആരാണ് കൊടുക്കാനുള്ളത്? നമ്മളാണ് കൊടുക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ അപ്പോളോ ടയേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ പൈസ കിട്ടാനുള്ളവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോളോ ഈസ് ദ ക്രെഡിറ്റർ ബിക്കോസ് ദ ബിസിനസ് ഓസ് മണി ടു ദം. ബിസിനസ് അവർക്ക് പൈസ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് അവരെ നമുക്ക് ക്രെഡിറ്റർ എന്ന് വിളിക്കാം. ദ ടോട്ടൽ എമൗണ്ട് സ്റ്റാൻഡിംഗ് ടു ദ ഫേവർ ഓഫ് സച്ച് പേഴ്സൺസ് ഓർ ഫേംസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്
ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഓൺ ദ ലയബിലിറ്റി സൈഡ്. ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളെയും സ്ഥാപനങ്ങളെയും ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് സൺഡ്രി ക്രെഡിറ്റേഴ്സ്. ആ സൺഡ്രി ക്രെഡിറ്റേഴ്സ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്ന സമയത്ത് അത് ലയബിലിറ്റി ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടേംസ് ആണ്. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് പരിചയപ്പെടാം. ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്യാം. ദർ ആർ ടു എൻറ്റിറ്റീസ്. ഇവിടെ രണ്ട് വ്യക്തികളുണ്ട്. ഒന്ന് സുനിൽ, മറ്റൊന്ന് ഷമീർ. Then ഷമീർ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹10,000. ഷമീർ 10,000 രൂപയുടെ ഗുഡ്സ് ആർക്ക് വിറ്റു? സുനിലിന് വിറ്റു. 10,000 രൂപയുടെ ഗുഡ്സ് ഷമീർ സുനിലിന് വിറ്റു. Then സുനിൽ എന്ത് ചെയ്തു? സുനിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ഷമീർ ഫോർ ₹10,000 ഓൺ ക്രെഡിറ്റ്. അപ്പൊ സുനിലാണ് സാധനങ്ങൾ വാങ്ങിയത്, ഷമീറാണ് സാധനങ്ങൾ വിറ്റത്. ഇവിടെ ആരാണ് കസ്റ്റമർ? ആരാണ്? സാധനം വാങ്ങിയവരെയാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സുനിലാണ് കസ്റ്റമർ. ദെൻ ആരാണ് സാധനം വിറ്റത്? സാധനം വിറ്റത് ഷമീറാണ്. ഷമീറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സപ്ലയർ. ദെൻ ഇവിടെ കസ്റ്റമർ ആയിട്ടുള്ള സുനിൽ ആർക്ക് പേയ്മെന്റ് നടത്താനുണ്ട്? ഷമീറിന് പേയ്മെന്റ് നടത്താനുണ്ട്. എന്ത് വകയിലാണ്? 10,000 രൂപയുടെ ഗുഡ്സ് അയാൾ കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ? ഞാൻ വീണ്ടും പറയാണ്, ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ ഹു ഓസ് മണി ടു അനദർ, ഓർ ഡെപ്റ്റർ ഈസ് എ ഫേം, ഇറ്റ് ഓസ് മണി ടു അനദർ. ഡെപ്റ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അതല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. അവർ മറ്റുള്ളവർക്ക് പണം കൊടുക്കാനുണ്ട്. ഇവിടെ ആരാണ് പണം കൊടുക്കാനുള്ളത്? സുനിലാണ് പണം കൊടുക്കാനുള്ളത്. ഇപ്പൊ സുനിൽ ആരാണ്? സുനിലിനെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് വിളിക്കേണ്ടത്. ദെൻ ക്രെഡിറ്റർ മീൻസ് ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ ഓർ ഫേം ടു ഹൂം സംതിങ് ഈസ് ഓവ്ഡ് ബൈ അതേഴ്സ്. ക്രെഡിറ്റർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടാനുണ്ട്? പണം കിട്ടാനുണ്ട്. സാധനങ്ങൾ കടമായിട്ട് വിറ്റതിന്റെ ഭാഗമായിട്ടാവാം, അതല്ലെങ്കിൽ സേവനങ്ങൾ കടമായി കൊടുത്തതിന്റെ ഭാഗമായിട്ടാവാം. അവർക്ക് പണം കിട്ടാനുണ്ട്. ഇവിടെ ആർക്കാണ് പണം കിട്ടാനുള്ളത്? ഷമീറിനാണ് പണം കിട്ടാനുള്ളത്. അപ്പൊ പണം കിട്ടാനുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കേണ്ടത്. അപ്പൊ പണം കൊടുക്കാനുള്ളവരെ ഡെറ്റേഴ്സ് എന്നും പണം കിട്ടാനുള്ളവരെ ക്രെഡിറ്റേഴ്സ് എന്നുമാണ് നമ്മൾ വിളിക്കേണ്ടത്. അപ്പൊ ഇത്രയും ടേംസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഏതൊക്കെ ടേംസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്? ആദ്യം എന്താണ് ഗുഡ്സ്, ദെൻ സ്റ്റോക്ക്, രണ്ട് തരം ഡിസ്കൗണ്ടുകൾ നമ്മൾ മനസ്സിലാക്കി, ക്യാഷ് ഡിസ്കൗണ്ട് ആൻഡ് ട്രേഡ് ഡിസ്കൗണ്ട്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇതിൽ ഏതെങ്കിലും ടേംസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഒന്നുകൂടി നിങ്ങൾ കാണുക. വീണ്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.